ശ്രുതിസ്വരമിവയ്ക്കല്ലാതെയൊന്നിന്നും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ലെൻ പ്രേമതീർത്ഥങ്ങളിൽ. താളം രാഗലയ ശ്രുതിസ്വരമിവയ്ക്കല്ലാതെയൊന്നിന്നും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ലെൻ പ്രേമതീർത്ഥങ്ങളിൽ. പ്രിയമുള്ളവരെ, ഇവിടെ വേദിയെ അലങ്കരിക്കുന്ന ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് നമ്മുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. എല്ലാവരും പരിചിതരാണ്. എങ്കിലും അധ്യക്ഷനായി ഇരിക്കുന്ന സുരേഷേട്ടൻ സ്വാഗതം പറഞ്ഞ എന്നെ സഹോദര തുല്യം ചേർത്ത് പിടിച്ചിട്ടുള്ള റഷീദ് അലയൻ, അതിലുപരിയായി ഞാൻ പാണക്കാട്ടെ തറവാട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം പോകുന്നതിന്റെ തലേ ദിവസം എൻ്റെ ഭാര്യയും മകളും KNA ഖാദർ സാറും ഒഴികെ നാലാമത് ഒരാളോട് ഞാൻ പങ്കുവച്ച ഒരേ ഒരു മനുഷ്യനാണ് അബ്ദുള്ളാക്കയോടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഗൂഗിൾ വഴിക്കാണ് അബ്ദുള്ളാക്കയുടെ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്താണെങ്കിലും കഴിഞ്ഞ 10 വർഷമായിട്ട് ഷൊർണൂരിലാണ്. അപ്പൊ തന്നെ അദ്ദേഹം എന്തോ ഒരു നൊടുക്ക് വിദ്യ രാത്രി 11 മണിക്കുള്ളിൽ പാലക്കാട് ജില്ലയിലെ ലീഗുകാർക്കിടയിൽ എന്തോ ഒരു സംഗതി മൂപ്പര് പ്രചരിപ്പിച്ചിട്ട് എന്തോ ഭൂകമ്പം വരാൻ പോകുന്നു എന്ന് മാത്രമേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. വാസ്തവത്തിൽ ഞങ്ങൾക്ക് മലപ്പുറം ജില്ലക്കാർക്ക് പാണക്കാട് തറവാട്ടിലേക്ക് ഒരു ഹൈന്ദവ കലാകാരനോ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരനോ കയറി ചെല്ലുക എന്ന് പറയുന്നത് ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ച് ഒരത്ഭുതവുമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ലീഗിലേക്ക് വന്നത് എന്നതാണ് എല്ലാവരുടെയും ചോദ്യം. ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഒരു തവണ പറയാൻ എനിക്ക് 3 കാരണങ്ങളാണെങ്കിൽ അടുത്ത ചോദ്യത്തിന് 4 കാരണങ്ങളും അതിനടുത്ത ചോദ്യങ്ങൾക്ക് 5 കാരണങ്ങളും അതിനടുത്ത ചോദ്യങ്ങൾക്ക് 10ഉം 15ഉം 100ഉം കാരണങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് സഹോദരങ്ങളെ. ജീവിതത്തിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അബ്ദുള്ളാക്കയ്ക്ക് പോലും സീനിയർ ആയിട്ടുള്ള അബ്ദുള്ളാക്കയ്ക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇല്ലാത്ത ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്ന ക്ഷേത്ര കലാകാരൻ ഞെരളത്ത് രാമപൊതുവാളുടെ മകൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് അംഗത്വം നേടുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് കഠിന അധ്വാനികളായിട്ടുള്ള ലീഗ് പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്ന ശാഖാതലത്തിൽ പ്രവർത്തിച്ച് അങ്ങനെ ആയിരിക്കണം. എന്നാൽ എന്റെ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് സാക്ഷാൽ പാണക്കാട് കുടുംബത്തിലുള്ള സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പുണ്യകരങ്ങളിൽ നിന്ന് അംഗത്വം നേടുവാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. ആ ഭാഗ്യം അത്രയൊന്നും ലീഗുകാർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അതെങ്ങനെയാണ് ഇത്ര വലിയ പുണ്യമാകുന്നത്? അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്ന ഒരു ഇമേജ് അല്ല. നൂറ്റാണ്ടുകളായി മനുഷ്യരായി പിറന്ന മുഴുവനെയും ഒരുപോലെ കാണുവാൻ, മനുഷ്യരായി പിറന്ന മുഴുവനെയും ഒരുപോലെ ചേർത്ത് പിടിക്കുവാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനത്തിന്റെയും അതിന് നേതൃത്വം നൽകുന്ന ഒരു തറവാട്ടിന്റെയും ആത്മപ്രകാശത്തിന്റെ ധീരതയാണത്. സാധാരണ ഒരു പാർട്ടിയിലേക്ക് ഒരാൾ ചേരാൻ പോവുകയാണെങ്കിൽ, ഇപ്പൊ CPM-ലാണെന്ന് വിചാരിക്കുക, ഒരു മിനിമം 1 കൊല്ലെങ്കിലും വാച്ച് ചെയ്യും. എന്തിനാ ഈ ചങ്ങായി വരണത്? അത്ര പേടിത്തൊണ്ടന്മാരാണ്, അത്ര ഭീരുക്കളാണ്, മനുഷ്യന് ഭയമുള്ളവരാണ്. ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സഹോദരൻ BJP-യിൽ ചേരാൻ തീരുമാനിക്കുന്നത് പറഞ്ഞാൽ അവർ 2 കൊല്ലെടുക്കും. ഓനെ കൗമ്പിലേക്ക് കൂട്ടണമെന്നറിയാം. ഭീരുക്കളാണ്. എന്നാൽ KNA ഖാദർ സാറിനോട് ഞാൻ എന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് അയക്കുമ്പോ ഉടനടി ഇദ്ദേഹം തിരിച്ചു വിളിച്ചു. അതിനെന്താ സംശയം? ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ, എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ, എന്താ യോഗ്യത എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നുമില്ല, ഞാൻ തങ്ങളോട് വിവരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ മെസ്സേജ് കണ്ടപ്പോൾ തങ്ങളോട് വിവരം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 1 മാസത്തോളം സമയം മുന്നാണ് ഞാൻ ചേരുന്നതിന്റെ 1 മാസം മുമ്പാണത്. ഒരു ദിവസം എന്നെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി ഒന്ന് പരിചയപ്പെടുത്തി. തങ്ങൾ എന്നെ ഒരു പൊന്നാട അണിയിച്ചു. അതിൽ കവിഞ്ഞ അവിടെ ഒന്നും സമയമില്ല, അവിടെ ധാരാളം ആളുകളുണ്ട്.
അപ്പൊ ഞാൻ ഖാദർ സാറോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ പത്രികയുടെ സ്ക്രൂട്ടിനിക് ടൈമും കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ചേരൂ. അതെന്റെ ഒരു നിർബന്ധമായിരുന്നു. അല്ലെങ്കിൽ ഈ സമയത്ത് ഇയാള് പാർട്ടിയിൽ ചേരാൻ തീരുമാനിക്കുന്നത് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാന്ന് റഷീദെങ്കിലും ചിന്തിക്കും. അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുമല്ലോ. അങ്ങനെ ചിന്തിക്കുന്നതിന് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ പ്രിയമുള്ളവരെ, മറ്റൊരു രസകരമായ വാർത്ത, എത്ര ലക്ഷങ്ങൾ എത്ര കോടികൾ കിട്ടി ലീഗിൽ ചേർന്നതിന് എന്നാണ്. ഒരുപാട് രസകരമായ പ്രയോഗങ്ങളാണ്. ഞാനിതിങ്ങനെ ആസ്വദിച്ച് പോവുക. അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തെ ഒരു കോമഡി ഷോ ആയിട്ട് കാണുന്ന ആളാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഏതെങ്കിലും നിലയ്ക്ക് ഒരു രൂപ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രസ്ഥാനത്തിന്റെ പേരിൽ സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ, സമ്പാദിക്കുക എന്ന വാക്ക് തെറ്റാണ്, സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ആളെ കൂട്ടുവാനോ അതിലേക്ക് ആളുകൾ ആകർഷിക്കുവാനോ ഉള്ളതല്ല എന്നും, മനുഷ്യന്റെ പ്രയാസങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ അതിലെ ഓരോ രൂപയും ഇന്ന് വരെ ചെലവഴിച്ചിട്ടുള്ളൂ എന്നും ഈ വങ്കന്മാർക്ക് അറിഞ്ഞുകൂടെ? അനുഭവമല്ലേ? എത്ര PR വർക്ക് നടത്തിയിട്ടും വയനാട്ടിൽ കൊടുത്ത വീടുകൾ ഒന്നിലെങ്കിലും മനുഷ്യന് താമസിക്കുവാൻ സർക്കാർ കൊടുത്ത വീടുകളിൽ ഇപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ യാതൊരു മടിയും കൂടാതെ അഹമഹമിക കൊടുത്ത സംഭാവന കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ മനുഷ്യർ മാത്രമല്ല, പക്ഷികളും പൂക്കളും ചെടികളും വരെ താമസം തുടങ്ങി. അതാണ് സമർപ്പിതമായ സേവനം. കിറ്റ് കൊടുത്തുകൊണ്ട് ആളെ വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ച നാണം കെട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ പാണക്കാട്ട കുടുംബത്തിന്റെ അനുഗ്രഹത്തോടുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകർ കഴിഞ്ഞ 50-60 വർഷങ്ങളായി റിലീഫ് എന്ന പേരിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കിറ്റുകളുടെ പേരിൽ വോട്ട് മേടിക്കുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ 2 സർക്കാർ ഉണ്ടാക്കാനുള്ള കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് കിറ്റ് കൊടുത്തതിന് വോട്ടും തെണ്ടുകയാണ്. ഒരു പൊതിച്ചോറ് കൊടുത്താൽ പോലും അതിന് എച്ചിക്കണക്ക് പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരുടെ നാട്ടിൽ അത്തരത്തിൽ ഒരു PR വർക്കിന് വേണ്ടിയോ ഒരു പബ്ലിസിറ്റിക്കോ വേണ്ടിയല്ലാതെ മനുഷ്യനെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുക എന്നത് പെട്ടെന്നൊരു ദിവസം എടുത്ത തീരുമാനമല്ല. കഴിഞ്ഞ 10-12 വർഷമായി ഞാൻ BJPയുടെ വേദികളിൽ പാടാൻ പോവാറുണ്ട്, CPM-കാരന്റെ വേദിയിൽ പാടാൻ പോവാറുണ്ട്, നായരുടെയും നമ്പൂതിരി ഒക്കെ വേദിയിൽ പാടാൻ പോകും, അമ്പലത്തിലും പോവും, ഏത് സ്ഥലത്തും പോവും, ഏത് പാർട്ടിക്കാരൻ കാട്ടിലും വീട്ടിലും റോട്ടിലൊക്കെ പാടാൻ പോകുന്ന ഒരാളാണ്. അപ്പോഴെല്ലാം അവൻ അവിടെ പോവാറുണ്ട്, ഇവിടെ പോവാറുണ്ട്, അതുകൊണ്ട് നമുക്ക് പറ്റിയവനല്ല എന്ന പേരിൽ എന്നെ മാറ്റി നിർത്തിയിട്ടില്ലാത്ത എന്റെ ആ പ്രസ്ഥാനത്തിന്റെ പേരാണ്, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോഴും എന്നെ മലപ്പുറത്തെ എന്റെ സുഹൃത്തുക്കൾ പരിപാടിക്ക് വിളിക്കാറുണ്ട്. ഇനി നിന്നെ നാളെ മുതൽ നീ ഇടയ്ക്ക് കൊട്ടി മാപ്പിളപ്പാട്ട് പാടേണ്ടി വരും. അത് സംഘപ്രവർത്തകരാണ് അല്ലെങ്കിൽ സംഘപരിവാറുകാരാണ് പറയുന്നതെങ്കിൽ നമുക്കതിൽ അത്ഭുതമില്ല. ഒരു SDPI-കാരനോ അതല്ലെങ്കിൽ ഒരു RSS-കാരനോ സമൂഹത്തിലൊരു പ്രശ്നത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാം. എന്നാൽ എപ്പോൾ എങ്ങോട്ട് ചാഞ്ഞ് എന്ത് തോന്നിവാസവും എന്ത് നെറുകേടും കാണിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു. അതിൽപ്പെട്ട ആളുകളിൽപ്പെട്ട ഒരു പെരിന്തൽമണ്ണക്കാരൻ എന്നെ ആദ്യം വിളിച്ചിട്ട് പറയുന്നത്, എന്റെ സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം, ഒരു നാണവുമില്ലാണ്ട് പറയാണ്, നാളെ മുതൽ നിനക്ക് ലീഗിന്റെ പരിപാടികൾ നടക്കുന്നിടത്ത് അവരുടെ പ്രാർത്ഥനയ്ക്ക് പകരം ഇടക്ക കൊട്ടി പാടിക്കൊണ്ട് സമ്മേളനം തുടങ്ങാലോ എന്ന്. എടോ, ഞെരളത്ത് ഹരിഗോവിന്ദനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അംഗമായി ചേർന്നതിന് ശേഷവും അതിനു മുമ്പും അന്നുള്ള അതേ കലാപ്രവർത്തനങ്ങളും അതേ സാംസ്കാരിക പ്രവർത്തനങ്ങളും തുടരുന്നതിന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞാനിതിൽ അംഗത്വം തന്നതിന് എനിക്ക് ലഭിച്ചതിന് ശേഷം ഞാൻ ഒറ്റപ്പാലത്തെ ഒരു സ്കൂളിന്റെ 102ാമത്തെ വാർഷികം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തതിന്റെ വീഡിയോ പിറ്റേ ദിവസം തന്നെ റിലീസായിട്ടുണ്ട്. എനിക്ക് നിലവിളക്ക് കൊളുത്താൻ സമ്മതിക്കില്ല അത്രേ ഞാൻ ലീഗിൽ ചേർന്നാൽ. എന്ത് വിഡ്ഢിത്തരമാണ്, എന്ത് ദുഷ്ടതയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇത് പ്രചരിപ്പിക്കുന്ന മുഴുവൻ സംഘപരിവാർ മാത്രമല്ല, അവരെക്കാൾ വാശിയിൽ സഖാക്കളാണ്. എന്തിനാണ് ഇവർ ഞെരളത്ത് ഹരിഗോവിന്ദൻ ലീഗിൽ ചേരുമ്പോൾ ഇത്ര അസ്വസ്ഥരാകുന്നത്? എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്തിനാ ഫാത്തിമ തഹ്ലിയക്കെതിരെ ഇത്രമാത്രം അവർ അസ്വസ്ഥരാകുന്നത്? എന്തിനാണെന്ന് അറിയാമോ? അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അവരിലേക്ക് ഫാത്തിമ തഹ്ലിയെ പോലെ ചുറുചുറുക്കുള്ള ഒരു പെൺകുട്ടിയെ ഇന്ന് കേരള നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ നിർത്തിയിരിക്കുന്ന, എല്ലാ പാർട്ടിയിലും വെച്ച് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വെച്ച് ഇത്രയും ചുറുചുറുക്കും യോഗ്യതകളും മനുഷ്യരോട് സംവദിക്കുവാനുള്ള ശേഷിയുമുള്ള ഒരേ ഒരു കാൻഡിഡേറ്റിന്റെ പേരാണ് ഫാത്തിമ തഹ്ലിയ. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര വിറളി. രാമകൃഷ്ണേട്ടന്റെ പാവാട്ടോ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാ.
തൊട്ടടുത്ത ദിവസം ഞാൻ CH റഷീദിന്റെ കോണി ചിഹ്നത്തിൽ ഗുരുവായൂരിൽ മത്സരിക്കുന്ന B ഗോപാലകൃഷ്ണൻ അവിടെ ജയിച്ച ഇസ്ലാം മത വിശ്വാസികളുടെ പേരുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡ് വെക്കുമ്പോഴും അതിനെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യം കാണിക്കാത്ത LDF-കാരനുള്ള ഗുരുവായൂരിൽ എന്നെ CH റഷീദിന്റെ പ്രചാരണ വേദിയിൽ പാടാൻ വിളിച്ചപ്പോൾ ഞാൻ പാടിയത് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള കൃഷ്ണസ്തുതിയാണ്. ലീഗിന്റെ മൈക്കിൽ അതിന് മൈക്ക് പിടിച്ചെന്ന ആളുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് മൈക്ക് പിടിച്ചു തന്നത്. എന്നിട്ട് ഇവര് പറയാണ് അസഹിഷ്ണുത പ്രചരിപ്പിക്കുക, ഇനി നിനക്ക് നിലവിളക്കൊളുത്താൻ പറ്റില്ല, ഇന്ന നിന്നെ അമ്പലത്തിൽ കയറ്റില്ല. ഞാനതൊന്നും പറയാനല്ല വന്നു നിൽക്കുന്നത്. ഞാൻ വന്നു നിൽക്കുന്നത് ഇവിടെ വെള്ളാപ്പള്ളിയെ പോലെ, സജി ചെറിയാനെ പോലെ, AK ബാലനെ പോലെ, ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന് ഒരു വെല്ലുവിളിയാകുവാൻ ഇവിടെ സർവമത സാഹോദര്യത്തിന്റെ വേദി ഒരുക്കിക്കൊണ്ടേയിരുന്ന് എത്രയോ കാലങ്ങളായി മതം പറയാതെ മനുഷ്യനോട് ചേർന്ന് നിന്ന ഒരു പ്രസ്ഥാനത്തിനൊപ്പം ഒരു സന്ദേശമാകുവാൻ വേണ്ടിയാണ് ഞാൻ ലീഗിലെത്തിയത്. സാധാരണ ഒരാള് ഒരു പ്രശ്നമില്ലാണ്ട് ഇരിക്കുമ്പോഴല്ല ഇത്തരത്തിലൊരു ചലഞ്ച് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹസം കാണിക്കുക. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എവിടെന്നെങ്കിലും ഉണ്ടാവുക, വേറെ എവിടെന്നെങ്കിലും ഒരു അവഗണന ഉണ്ടാവുക, അതല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ഒരു ഉദ്ദേശിച്ച പോലുള്ള പരിഗണന കിട്ടാതെ വരിക ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരാൾ ഒരു പാർട്ടിയിലേക്ക് പൊതുവെ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക. അങ്ങനെയാണല്ലോ സരീൻ ഇവിടുന്ന് ചാടി ഉടനെ അപ്പുറത്ത് കൊണ്ടായിട്ട് അത്രയും കാലം ആ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച അനവധി ചെറുപ്പക്കാരുള്ളപ്പോഴും അവന് സീറ്റ് കൊടുത്ത് തോറ്റു പോവേണ്ടി വന്നത്. എന്നാൽ ഞെരളത്ത് ഹരിഗോവിന്ദൻ എല്ലാ സന്തോഷങ്ങളോടും കൂടി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അബ്ദുള്ള കക്കിക്ക് അറിയാം. ഞെരളത്ത് രാമപൊതുവാളെ ഇവിടുത്തെ ഇന്ന് ഞെരളത്ത് രാമപൊതുവാളെ മഹത്വം പറഞ്ഞ് വിലപിക്കുന്ന ആരും തന്നെ ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാതെ കഷ്ടപ്പെട്ട കാലത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഇപ്പൊ പറയാണ് മഹാനായ ഞെരളത്തിന്റെ മകൻ വഴിപഴച്ചു പോയി എന്ന്. എന്തൊരു സ്നേഹം! എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് ഒരു പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കാതെ, ഒരു ജാതി സംഘടനയിൽ ഒരു മതസംഘടനയിൽ അംഗത്വം എടുക്കാതെ, ഒരു പാർട്ടിയിൽ അംഗത്വം എടുക്കാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കലകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് ദൈവാനുഗ്രഹത്താൽ എനിക്ക് എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഇഷ്ടം പോലെ വേദികളും ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഞാൻ ലീഗിലേക്ക് വരുന്നത്. ആരും അത്ര പെട്ടെന്ന് തയ്യാറാവാത്ത ഒരു സാഹസമാണത്. എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴല്ല നമ്മളൊരു പ്രസ്ഥാനത്തിൽ പോയി ചേരേണ്ടത്. ആരോടെങ്കിലും പിണക്കമുള്ളപ്പോഴല്ല നാം ഒരു പ്രസ്ഥാനത്തിൽ പോയി ചേരേണ്ടത്. എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ മറ്റോ മോഹഭംഗങ്ങളോ ഉണ്ടാകുമ്പോഴല്ല നാം മറ്റൊരു പ്രസ്ഥാനത്തിൽ പോയി ചേരേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടത്. ഒരു കലാകാരന്റെ അനിവാര്യമായ ധർമ്മം എന്ന് പറയുന്ന പാട്ടുപാടലും കൊട്ടലും കവിത എഴുതലും അവാർഡ് മേടിക്കലും പുരസ്കാരവും സ്ഥാനമാനങ്ങളും ഉണ്ടാക്കലല്ല കൂട്ടരെ. ഒരു കലാകാരന്റെ അടിസ്ഥാനപരമായ ധർമ്മം എന്ന് പറയുന്നത് താൻ അധിവസിക്കുന്ന സമൂഹത്തിൽ വരാൻ പോകുന്ന സാമൂഹ്യ ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവാചക തുല്യമായി അതിനെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകി അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള വാണി നൽകുന്ന ഒരുത്തനായി കൂടി ഒരു കലോപാസകൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ ദുരന്തം ഞാൻ മുന്നിൽ കണ്ടതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നത്.